സാധാരണഗതിയിൽ നമ്മൾ കുറച്ചു നാൾ മുന്നേ വരെ ഡെയിലി കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ മോർഫ് ചെയ്ത ചിത്രങ്ങള് മറ്റേ ടെലഗ്രാമിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ചെക്കനെ നമ്മൾ പൊക്കി ചെയ്ത് കണ്ടിരുന്നു. പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങള് ടെലഗ്രാം വഴി അപ്ലോഡ് ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു എന്നൊക്കെയാണ് പരാതി. വിൽപ്പനയാക്കുന്നു. അവനെ പോലീസ് പൊക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമായിരുന്നു നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് എല്ലാരും തൂക്കി എന്ന് പറയുന്നത്. കാര്യം വേറൊന്നുമല്ല, പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങള് ടെലഗ്രാമിലും മറ്റും ഇട്ട് ആൾക്കാർക്ക് വിൽപ്പന നടത്തി. സാന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പോലീസ് അവനെ പൊക്കി. ഈ സാന്ദ്രയ്ക്ക് ഇത് കിട്ടിയത്? അതെ, നമ്മളെല്ലാരും ചോദിക്കേണ്ട ഒരു കാര്യമാണ്, സാന്ദ്ര എങ്ങനെ ഇത് അറിഞ്ഞു എന്നുള്ളത്. അപ്പോ പല ന്യൂസ് ചാനലിലും വന്നത് ഇങ്ങനെയാണ്, സാന്ദ്രയുടെ ചേട്ടൻ ഈ ഒരു ഫോട്ടോ ആ ഒരു ഗ്രൂപ്പിൽ കണ്ടു. അതായത് ഭയങ്കര വൃത്തികെട്ട ഒരു പേരിലുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഈ കുട്ടിയുടെ ഏട്ടനാണ് ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടത്. അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ചു നാള് മുന്നേ പരിചയമുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു വീഡിയോ അല്ലെ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ അപ്ലോഡ് ചെയ്ത ആളുടെ DP-യിലും ഈ സാന്ദ്ര എന്ന് പറയുന്ന കുട്ടിയുടെ ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മള് കുറെ നാള് മുന്നേ കേട്ടതാണ്, ഇങ്ങനെ ഹണി ട്രാപ്പിൽ കൊടുക്കാനൊക്കെ ആയിട്ടാണ് സാധാരണഗതിയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. ഈ ഇടയ്ക്ക് ഇതിന്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വന്നിരിക്കുകയാണ്. എന്താ അതിനെ കുറിച്ച് പറയാനായിട്ട്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈഗിൾ എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ്, അതെ, ഈഗിൾ ഗെയിമിംഗ് ഭയങ്കര സീനായതായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോട്ടോ, ഭാര്യയുടെയും കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞ ഒരുത്തൻ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തി. അതിന്റെ പുറകെയിലാണ് ഈ അന്വേഷണം ആരംഭിച്ചതെന്നോ. അങ്ങനെ പേഴ്സണലി എഫേർട്ട് ഇട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി നിന്നത് ടെലഗ്രാമില് ഇതേപോലെ സ്ത്രീകളുടെ ഫോട്ടോ, ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ, സ്വന്തം അമ്മയുടെ പെങ്ങളുടെ ചായ എടുത്ത് കൊടുക്കുന്ന ട്രേ വെക്കുന്നതിന്റെ ഫോട്ടോയും, അതേപോലെ മുറ്റമടിക്കുന്നതിന്റെ ഫോട്ടോയും, അടുക്കളയിൽ പാചകം ചെയ്യുന്നതിന്റെ ഫോട്ടോയും, നമ്മുടെ ശരീരഭാഗങ്ങൾ, സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഭയങ്കര എഫേർട്ടാണ് ഈഗിൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ എടുത്ത കാര്യം. വേറൊന്നുമല്ല, നമ്മുടെ സ്ത്രീകള് വീട്ടുകളിലാണ് ഏറ്റവും സുരക്ഷിതരാവേണ്ടത്. അവിടെ പോലും കഴുകന്റെ കണ്ണുകൾ അവർക്ക് നേരെ തിരിയുന്നുണ്ട് എന്നാണ് കാണിച്ചത്. സ്വന്തം അമ്മയുടെ ഫോട്ടോയൊക്കെ ഇൻസ്റ്റഗ്രാമിലല്ല ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെയൊക്കെ ഒപ്പിയെടുത്ത് അത് മറ്റു ഗ്രൂപ്പുകളിലേക്ക് കൊടുത്ത് പേയ്മെന്റ് വെച്ചിട്ട് പൈസ ഇട്ട് കൊടുക്കുന്ന വീഡിയോ വരെയുണ്ട്. ഇങ്ങനെ അടിച്ചു വാരുന്നതിന്റെ വീഡിയോയും ഈ ട്രേ കൊടുക്കുന്നതിന്റെ വീഡിയോയും എല്ലാം. അപ്പോൾ ഈ സ്വന്തം അമ്മേനെ പോലും പൈസയ്ക്ക് വേണ്ടി വിൽക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. തലമുറയുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്സാരമായിട്ട് ഈഗിളിന്റെ ഭാര്യനെയും കുഞ്ഞിനെയും കൊല്ലും എന്ന് പറഞ്ഞത് തുടങ്ങിയിട്ടുള്ള അതിന്റെ പേരിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിപ്പെട്ടത് ഒരു വലിയൊരു ട്രാപ്പിലേക്കാണ്. അത് വെളിപ്പെടുത്തുകയും ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. എന്താ കാര്യം എന്നറിയോ? അവരൊരു വീട്ടിലല്ലല്ലോ. അതെ, ഇപ്പൊ എന്റെ വീട്ടില് എന്റെ അനിയനാണ് ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകും എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പോഴും അവര് പ്രതികരിക്കുമ്പോ ഇപ്പോഴുള്ള മലയാളികള് അത് അവരുടെ വീട്ടിലല്ലേ, എന്റെ വീട്ടിലല്ലല്ലോ. ഇപ്പൊ ഈ സാന്ദ്രയുടെ അനിയനോ ചേട്ടൻ ആ ഗ്രൂപ്പില് മെമ്പർ ആയതുകൊണ്ടാണ് കണ്ടത്. ഇതിനു മുന്നേ എത്ര അമ്മമാരുടെയും എത്ര സഹോദരിമാരുടെയും എത്ര വല്ലവന്റെ ഭാര്യമാരുടെയും ഒക്കെ ഫോട്ടോസ് ഇതേപോലെ ആ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോഴേക്ക് ഈ സാന്ദ്രയുടെ ചേട്ടന് വല്ലതും പൊളിഞ്ഞോ? സ്വന്തം കാര്യം വന്നപ്പോഴാണല്ലോ റിയാക്ട് ചെയ്തോ? സ്വന്തം പെങ്ങളുടെ ചിത്രം അതേപോലെ വന്നപ്പോൾ ആങ്ങളേക്ക് പൊളിഞ്ഞു. അതെ, ഇത്രയും നാളും വല്ല സ്ത്രീകളുടെയും അങ്ങനെ വന്നപ്പോൾ അവർക്കും ഒരു കുടുംബമുണ്ട്, അവരുടെ ജീവിതം തകരും, അവരുടെ പ്രായമായ അച്ഛനും അമ്മയായിരിക്കും, വിഷമിക്കും എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ ഈ സാന്ദ്രയുടെ ചേട്ടൻ അനുഭവിച്ചിരുന്നോ? ഇല്ല. സ്വന്തം കുടുംബത്തില് വന്നപ്പോ താൻ ചെയ്ത കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടും എന്ന് പറയുന്നതാണ്. എപ്പോഴും കൊടുക്കുമ്പോൾ ആരും വിചാരിക്കും, ഒരു ഫോട്ടോ വരുമ്പോൾ അത് ആർത്തുല്ലസിച്ച് ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോൾ സൂം ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട്, ഒരു വീഡിയോ തന്നെ കാണുമ്പോൾ സൂം ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട്. ഇത്രമാത്രം സൂം ചെയ്യാൻ എന്താ ഇരിക്കുന്നത്? അവന്റെ അമ്മയ്ക്കും പെങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രമേ പെണ്ണുങ്ങൾക്കുള്ളൂ. അപ്പൊ ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണ് മലയാളികളും എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകള് നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമില് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റീച്ചിന് വേണ്ടി എന്ത്
വൃത്തികേടും കാണിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അതെ, ഈ ഇടയ്ക്ക് ഒരു സെലിബ്രിറ്റി ഇങ്ങനെ വലുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങി. സബ്സ്ക്രിപ്ഷന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള സാധനമൊക്കെ നമ്മൾ ഈയിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. പേര് മെൻഷൻ ചെയ്യാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അതേപോലെ തന്നെ കോടികൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അക്കൗണ്ടാണ് ടിം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോയത്. ഒട്ടകത്തിന്റെ തലോടുന്നു എന്തൊക്കെയായിരുന്നു വീഡിയോ കാണിച്ചത്. കാരണം താൻ എന്തോ വലുതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു സുപ്രഭാതത്തില് ആ അക്കൗണ്ട് അങ്ങ് കാണുവാനില്ല. അപ്പൊ അന്ന് രാവിലെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് പറയാനുള്ളൂ. എന്ത് വിധിയിലെന്നുള്ള പറയണം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു വീക്ക്നെസ്സിനെ തന്നെയാണ് ഇവരൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മലയാളികളുടെ വീക്ക്നെസ്സിനെ തന്നെയാണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്ന് ഇവർക്കറിയാം. അതെ, അറ്റ് എ ടൈമിൽ പറയുന്നവരുണ്ട്, പലരും പറയുന്നുണ്ട് ലൈംഗിക ദാരിദ്ര്യം ഈ കൊച്ചു കേരളത്തിൽ ഇല്ല എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പും. ഇപ്പൊ ഈ പറയുന്ന ഈ നിതിൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പല പെൺകുട്ടികൾക്കും ഇൻസ്റ്റഗ്രാമിലൂടെയും മെസ്സഞ്ചറിലൂടെയും വാട്സപ്പിലൂടെയും ലൈംഗിക ചൊവ്വയുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അതിനും തെളിവുകൾ വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു. അതെ ഉണ്ട്, തീർച്ചയായിട്ടും. അറ്റേ ടൈമില് ഇവന്റെ ഫോൺ പോലീസുകാര് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പിടിച്ചു വെച്ച ടൈമില് ഏതോ വലിയൊരു പ്രമുഖനാണ് പറഞ്ഞിരിക്കുന്നത്. പേരാരാണെന്ന് അറിയത്തില്ല. അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ ഫോൺ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ഫോൺ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ ഫോൺ തെളിവാണ്. അപ്പൊ ഈ തെളിവ് ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റഡി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രതിയുടെ കൂടെ ഉണ്ടെന്നുള്ളതെല്ലാം മേഴ്സറിൽ എഴുതി വെക്കില്ലേ. അപ്പൊ ഈ ഫോണും എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ. ഈ ഫോൺ ഏതൊരു പ്രമുഖൻ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫോണിലെ ഡാറ്റാസും ഈ തെളിവുകളെല്ലാം അവൻ നശിപ്പിച്ചിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല എന്ത് ഒരു ധൈര്യം ഉണ്ടായിട്ടാണ് ആ ഒരു പോലീസുകാർ ആ ഒരു സാധനം തിരിച്ചു കൊടുത്തത്. കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവരുടെയൊക്കെ ധൈര്യം എന്താണെന്നറിയോ, ഇതൊരു വിങ്ങാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോ ഈ പറയുന്ന പ്രമുഖൻ പോലും ഇവന്റെ ഗ്രൂപ്പിലെ മെമ്പർ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. ചിലപ്പോ വേണമെങ്കിൽ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആകാം, പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു റാക്കറ്റ് ആണ്. ഇത് പല റാക്കറ്റുകൾ, മയക്കുമരുന്ന് റാക്കറ്റ് ഉണ്ട്, സെക്സ് റാക്കറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടത്, ഹണി ട്രാപ്പിന്റെ റാക്കറ്റ്. ഇവരൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളല്ല ഇത്. ഇതിന്റെ പുറകില് വ്യക്തമായിട്ടുള്ള ആളുകളുണ്ട്, കണ്ണിങ് ഉണ്ട്. കാരണം നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കോ? ഒരിക്കലുമില്ല. ഒരു വ്യക്തമായിട്ടുള്ള ഇവർക്ക് വേണ്ടി പണം കൊടുക്കുകയും ഇവരെ പരിപാലിപ്പിക്കുകയും പോഷിപ്പിച്ച് വരികയും ചെയ്യുന്ന പോഷക ഘടക സംഘടനകള് ഇതിന്റെ പുറകെ ഒരുപാടുണ്ട്. ഇല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും മാത്രമായിട്ട് ഇങ്ങനെ ഇറങ്ങില്ല. പിന്നെ ഇതേപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഇവരുടെയൊക്കെ വീട്ടിലും ഇവരും ജനിച്ചു വന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നാണ്. അപ്പൊ ആ ഒരു സ്ത്രീയെ പോലും വിൽക്കാൻ പാകത്തിന് ഇവർക്ക് പൈസയ്ക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ത് പേരാ പറയണ്ടേ? ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ പറയുന്ന നിതിന്റെ അടുത്ത് ഈ പറയുന്ന പെൺകുട്ടി പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്താണ് കരഞ്ഞു പറഞ്ഞെന്നറിയാമോ? തെറ്റുപറ്റിപ്പോയി എന്നുള്ളത്. എത്ര പ്രാവശ്യം തെറ്റുപറ്റിപ്പോയി? 1 2 വട്ടം നമുക്ക് തെറ്റുപറ്റിപ്പോയി സോറി പറഞ്ഞ അവിടെ തീർന്നു. അതും ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു കാര്യത്തിന് അവന് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. തെറ്റെന്ന് പോലും പറയാൻ പറ്റില്ല. തെറ്റെന്താണ് അവൻ അറിയാമെങ്കിൽ അവൻ ഇനി അങ്ങനെ ചെയ്യില്ലായിരുന്നു, ഒരിക്കലും. പക്ഷെ ഇതിനു മുമ്പും അവൻ ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പല കേസുകളും അറസ്റ്റിലായിട്ടും ഉണ്ട്. അതെ. പക്ഷെ ഇതിലൊക്കെ ഇവർ ധൈര്യം വെച്ചാൽ ഇതിപ്പോ തന്നെ ഇവൻ ഊര് വന്നില്ലേ, ഇപ്പൊ നിസ്സാരമായിട്ട് ഇവന് ഫോൺ കൊടുത്തു വിട്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു ധൈര്യം. അത് മാത്രല്ല, ഈ കഴിഞ്ഞ മാർച്ച് മാസത്തില് കാസർഗോഡ് തന്നെ സ്റ്റുഡിയോയില് ഫോട്ടോ എടുക്കാൻ പോയ പെൺകുട്ടിയുടെ, അതായത് നമ്മൾ ഈ കല്യാണ ആൽബം ഒക്കെ കൊടുക്കല്ലോ, ആ ആൽബത്തിൽ നിന്നും ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് ടെലഗ്രാമിലിട്ട് ഒരു പുള്ളിനെ ഉണ്ടായിരുന്നു അല്ലെ, അവനെ 5 യുവതികളാണ് അവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ലൈംഗിക അതിക്രമം നടത്തുന്നവരും ഇവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഒരു വ്യത്യാസമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു വിചാരമുണ്ട്, പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. നമ്മൾ സേഫ് ആണോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ആ കുഞ്ഞു ഫോട്ടോ മതി ഇവർക്ക്. ഇവരതെടുത്തിട്ട് ഇവരുടെ രീതിയിൽ എന്താണ് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇന്ന രീതിയിൽ ആക്കി തരണം എന്ന് പറഞ്ഞാൽ ആക്കി തരും. നല്ലൊരു വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഈ ചീത്ത വശങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിനൊക്കെ ഒരു നല്ലൊരു പിടിവള്ളി വന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത് പിടിക്കപ്പെട്ടില്ല, സൈബർ ക്രൈമാണ് ശരിക്കും. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണിത്. ഇതിപ്പോ സ്ത്രീകളുടെ കാര്യം മാത്രമാണ്, ഇനി പുരുഷന്മാരുടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അത് മാത്രമല്ല, ഇപ്പോ ഈ കുട്ടിയുടെ സഹോദരൻ ഇത് കണ്ടതുകൊണ്ട് ഈ കുട്ടിയുടെ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇതേപോലെ ഈ പറയുന്ന MDMA, കഞ്ചാവും മറ്റതും മറിച്ചതും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് ഈ ഗ്രൂപ്പിൽ കിടന്ന് വിലസുന്ന കുറെ അവന്മാരുണ്ടല്ലോ, ആ അവന്മാരുടെ
പെങ്ങളുടെയും അമ്മയുടെയും ഭാര്യയുടെയും ഫോട്ടോ വന്നാൽ ഇവന്മാരും പ്രതികരിക്കില്ല. കാരണം ഇവന്മാർക്ക് ഇത് മതി. അതെ. ഇപ്പൊ ഈ ഇരിക്കുന്ന എന്റെയും നിന്റെയും വരെ ചിലപ്പോ ഫോട്ടോ അതിലുണ്ടോ നമുക്കറിയത്തില്ല. കാരണം നമ്മൾ വിശ്വസിച്ച് സേഫ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. നമുക്ക് അപ്പൊ ചോദിക്കും ഇൻസ്റ്റാഗ്രാമിൽ എന്തിനാ ഇടുന്നേന്ന് ചോദിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഇടണോ വേണ്ടിയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നമ്മൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഇടുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പോലെ പരിപാടിയൊന്നും കാണിച്ചിട്ടല്ല നമ്മൾ ഇടുന്നത്. സബ്സ്ക്രിപ്ഷൻ ശരിക്കും എന്താണ് അർത്ഥം? ഒരു റെലവെന്റ് ആയിട്ട് ഒരു കണ്ടന്റ്, ഇപ്പൊ ഈ കണ്ടന്റ് മാത്രമല്ല, ഇപ്പൊ എന്തെങ്കിലും ഒരു റെലവെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു വ്യക്തികളാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടിങ്ങിന്റെ കാര്യം വരെ എടുക്കാം. ഇപ്പൊ ടാലി ട്യൂട്ടോറിയൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അപ്ഡേഷൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്തതും സബ്സ്ക്രിപ്ഷൻ അതാണ്. പക്ഷെ ചില പെണ്ണുങ്ങൾ, അങ്ങനെ തന്നെ എടുത്തു പറയും, ചില പെണ്ണുങ്ങൾ പൈസയ്ക്ക് വേണ്ടി എന്തും കാണിക്കാൻ പറ്റുന്ന ചില പെണ്ണുങ്ങൾ ഇതങ്ങ് മാറ്റിക്കളും. സബ്സ്ക്രിപ്ഷന്റെ അർത്ഥം, ഇപ്പൊ നാളെ നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പ്രബുദ്ധ മലയാളികൾ ചിന്ത പോലെ ഇത് സബ്സ്ക്രിപ്ഷൻ അതാ, മറ്റേതാണ്, ഇത് മറ്റേതാണെന്നുള്ള പറയുന്ന വേർഡ് തന്നെ ഉണ്ട്. ഇത് മറ്റേതാ. ഇപ്പൊ നാട്ടിലിറങ്ങിട്ട് അവള് മറ്റേതാ, കുറച്ച് ലിപ്സ്റ്റിക് കിട്ടും, അല്ലെങ്കിൽ ഒരു ടാറ്റു അടിച്ചു, അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്ത് ഇതാ കൊച്ചിയില് കുറച്ച് സന്തോഷമായിട്ട് നടന്നു. ഇത് മറ്റേതാ. അതെ, കിളി പോയി നടക്കാന്നല്ല. ആളുകൾക്ക് ഈ ചാപ്പ കുത്തുന്ന ഒരു രീതിയുണ്ട്. കാരണം ഇപ്പൊ ഈ കുറെ പെണ്ണുങ്ങള് ഇങ്ങനെ എടുത്ത് നടക്കുന്നത് കാരണം പൊതുവെയുള്ള ആണുങ്ങളല്ല, പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. എല്ലാവരും കാണുന്നത് ഇങ്ങനെയാണ്. അതൊരു അപ്രോച്ചാണ് ഇങ്ങനെ കാണിച്ചു നടക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നെറുകേടും കാണിക്കുന്ന സ്ത്രീകളുള്ള നാടുമാണിത്. പക്ഷേ സ്വന്തം അഭിമാനത്തെ എവിടെയും കളയാൻ പോലും താല്പര്യം കാണിക്കാത്ത, സെൽഫ് റെസ്പെക്റ്റിന് മൂല്യം കൊടുക്കുന്ന സ്ത്രീകളും ഈ നാട്ടിലുണ്ട്. പക്ഷെ ഈ കാണുന്ന ആളുകൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. സെൽഫ് റെസ്പെക്റ്റിന് മൂല്യം കൊടുക്കുന്ന സ്ത്രീകളെ ഇവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കത് പറ്റത്തുമില്ല കേട്ടോ. കാരണം മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ചെയ്തവരുടെ കമന്റ് ബോക്സ് ഒന്ന് കണ്ടാൽ മാത്രം മതി. അതെ, ഇപ്പൊ ഈ അടുത്തായിട്ട് നമ്മുടെ ദ്രൗപദി മുർമു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കുന്നവരുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാവരും കുറെ ട്രോളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലും വലുത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പലരുടെ അക്കൗണ്ടുകൾ പൂട്ടി പോയി കഴിഞ്ഞപ്പോ പലർക്കും മനസ്സിലായി ഇത് പണി വരുന്നുണ്ട്, പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം സമൂഹ മാധ്യമത്തിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന മാത്രം ഷെയർ ചെയ്താൽ മതി. ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കണ്ടിട്ട് സ്ത്രീ ഒരു വിൽപ്പന ചരക്കാക്കുകയല്ലേ ശരിക്കും ഇവർ ചെയ്യുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങളിൽ പോലും ഇത്ര റേറ്റ് ഇട്ടിട്ട് ഓരോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെയുണ്ട്. ഇത്ര റേറ്റ്, ഇത് ഓപ്പൺ ചെയ്യണതിന് ഇത്ര റേറ്റ്, ഈ വീഡിയോ കോളിന് ഇത്ര റേറ്റ്, സംസാരിക്കുന്നതിന് ഇത്ര റേറ്റ്. ശരിക്കും പറഞ്ഞാൽ റേറ്റ് സ്ത്രീ ശരീരം തന്നെ റേറ്റ് ആയിട്ട് കാണപ്പെടേണ്ട ഒരു കാര്യമാണോ? ഒരിക്കലും. സ്ത്രീകൾ ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് പുരുഷന്മാരല്ല, സ്ത്രീകൾ തന്നെയാണ്. കാരണം ഇറങ്ങിത്തിരിക്കുന്ന കുറെ എന്തിനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറെ എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. അവർ തന്നെയാണ് സ്ത്രീകളുടെ വില കളയുന്നതും. അവര് ഇനിയിപ്പോ എത്രത്തോളം മൂല്യവത്തായിട്ടുള്ളതാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെയൊക്കെ മനസ്സിൽ നീ വെറൊരു പെണ്ണല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നീ ഒരു പെണ്ണല്ലേ, നിനക്ക് എന്തോ ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഈ പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് റെസ്പെക്റ്റും അതൊന്നുമില്ല. ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ശരീരത്തിന്റെ കാണിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന ആളുകളാണോ? അതെ, ഇപ്പൊ പറയുകയാണെങ്കിൽ പല പെണ്ണുങ്ങളും മറ്റു പെണ്ണുങ്ങളെ, അതായത് ഇപ്പൊ ആ പെൺകുട്ടി നല്ല ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ടുള്ള ഡ്രസ്സ് ചെയ്ത് ഇപ്പൊ പലരുടെയും ബോഡി കണ്ടിട്ട് തന്നെ നമ്മൾ ഷെയിം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ബോഡി ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ PCOD ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് തടിച്ചിട്ട് അങ്ങനെ പലർക്കും PCOD പല കാര്യങ്ങൾ വരുമ്പോ അവരുടെ ഓരോ ശരീരത്തിന്റെ നേച്ചർ അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ആ ഒരു സാധനം വരുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ചിലര് പറയുന്നുണ്ട് അത് മറ്റേ പോക്കേഴ്സ് ആണ്, അങ്ങനെ പോയിട്ടാണ് ബോഡി എന്തിനാണ് സ്ത്രീകൾ തന്നെയാണ് അവരെ ജനറലൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ് ഇപ്പൊ ആ ഒരു തടിയുള്ള ഒരു വ്യക്തിയുടെ പറഞ്ഞ പോലെ ചിലപ്പോ ഇതുകൊണ്ട് തൈറോയിഡ് കൊണ്ടും ചിലപ്പോൾ തടി കൂടാം. തൈറോയിഡ് 2 ടൈപ്പ് ഉണ്ടല്ലോ, മെലിഞ്ഞു പോകുന്ന അതുകൊണ്ട്, കുറച്ച് തടി വെക്കുന്ന രീതിയിൽ അതുകൊണ്ട്. അതൊന്നും അവരുടെ കുഴപ്പമൊന്നുമല്ല. നമ്മുടെ ശരീരം എങ്ങനെയാവും നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ അംഗവൈകല്യം വരാം. ജനിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു ആക്സിഡന്റ് മതി എല്ലാം സംഭവിക്കാനായിട്ട്.
വണ്ണം കൂടാം, വണ്ണം കുറയാം. വണ്ണം കുറഞ്ഞാൽ നീ ഒന്നും കഴിക്കുന്നില്ലേ കൊച്ചെ? വണ്ണം കൂടിക്കഴിഞ്ഞാൽ അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? കൊടുക്കുന്നില്ലേ? വണ്ണം കൂടിയാലും കുഴപ്പമാണ്, വണ്ണം കുറഞ്ഞാലും കുഴപ്പമാണ്. എല്ലാത്തിനും പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ അടച്ചാക്ഷേപിക്കാൻ നടക്കുന്ന ഇതുപോലത്തെ സ്ത്രീകൾ തന്നെയാണ്. ഈ ഒരു കല്യാണത്തിന് പോയാലും ഒരു അമ്പലങ്ങളിൽ പോയാലും ഒരു പള്ളിപ്പെരുന്നാളിന് പോയാലും അവർ നോക്കുന്ന, ഒരു സ്ത്രീയെ കണ്ടാൽ നോക്കുന്ന ഇത്രയും എന്തൊക്കെ കുറ്റങ്ങളുണ്ട് എന്ന രീതിയിൽ പബ്ലിക്കായിട്ട് അപമാനിക്കാനായിട്ട് എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ പറ്റും എന്നുള്ളതാണ്. പണ്ടൊക്കെ ഇപ്പൊ ഈ ഡ്രസ്സിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ഇഷ്ടമുള്ള ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ധരിക്കണം എന്ന് എനിക്കറിയാം, അത് കാണണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ളത്. ഈ കാണണമെങ്കിൽ കണ്ടാൽ മതി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിലൊരു റിപ്ലൈ അല്ല. കാണണമെങ്കിൽ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നെറ്റ് ചാർജ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത് ഇതുപോലത്തെ അപരാധങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇങ്ങനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഡയറക്റ്റ് പോയി കാണിച്ചാൽ പോരെ. എന്തിനാ ഈ പബ്ലിക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന കുട്ടികൾ പോലും ഉണ്ട്. ആ കുട്ടികളുടെ മനസ്സിൽ പോലും ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് സ്ത്രീ എന്ന് പറഞ്ഞത് ഇങ്ങനൊരു ടൂളാണ് എന്ന് അവരുടെ മൈൻഡിൽ തന്നെ വരുന്ന, സ്ത്രീയുടെ അംഗങ്ങളും അതുപോലെ ശരീരഭാഗങ്ങളും ഇതേപോലെ യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് കാണാനായിട്ട് ഒരു വിൽപ്പന ചരക്ക് പോലെ കാണാനായിട്ട് ഇങ്ങനെയുള്ളതാണ് എന്ന് കുഞ്ഞു മനസ്സിൽ തോന്നിക്കുന്നതല്ലേ ഈ കാട്ടായങ്ങളെല്ലാം. ലൈംഗിക ദാരിദ്ര്യമുള്ളവർ ലൈംഗികമായിട്ട് ഇപ്പൊ പോൺ സൈറ്റ്സ് ഉണ്ട്, അവിടെ പോയി അവരുടെ ആ ഒരു തീർക്കണം. അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോം ഫാമിലി ഉൾപ്പെടെ യൂസ് ചെയ്യുന്ന, പിള്ളേർ ഉൾപ്പെടെ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിലും അല്ല ഇവരുടെയൊക്കെ ഈ ഒരു കാട്ടായങ്ങൾ കാണിക്കേണ്ടത്. ഇപ്പൊ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഇവരാരും ഇത് കാണാത്തൊന്നുമല്ലല്ലോ, പോൺ സൈറ്റ്സ് ഒന്നും കാണാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. ആഗ്രഹങ്ങളും തീരെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി തീർക്കണം. അല്ലാതെ അങ്ങനെ പോകുന്ന ആൾക്കാരുടെ അടുത്ത് പോകണം. ഇപ്പൊ എന്തോരം സംഭവങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പോകണം. അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ല ഇമാതിരി കാട്ടായങ്ങൾ സബ്സ്ക്രിപ്ഷൻ വെച്ച് തുടങ്ങേണ്ടത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്ന ടെലഗ്രാമിന്റെ അഡ്മിന്മാര് എക്കെണ്ണത്തിനും ഈ കേരള പോലീസിനും സൈബറിനും പൊക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിപ്പോ 1000-1 എന്നൊക്കെ നമുക്ക് പറയാം. പൊക്കിയിട്ട് ഇതുപോലെ വിടരുത്. അതെ, ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ ചെയ്തു, പക്ഷെ ഞാൻ നിസ്സാരമായിട്ട് ഇപ്പോഴത്തെ കാര്യം വെച്ചാൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാല് ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെയാണ്. അപ്പൊ അത് വെച്ചിട്ട് പോകുന്ന കുറെ ആൾക്കാർ എണ്ണങ്ങളുണ്ട്. പിന്നെ പബ്ലിസിറ്റി കിട്ടുമല്ലോ. അതെ, സ്വയംഭോഗം ചെയ്തിട്ട് അറസ്റ്റിലായ ഒരാളുണ്ടായിരുന്നില്ലേ, അയാളുടെ മെൻസ് അസോസിയേഷൻ മാലയിട്ട് പുറത്തിറക്കിയതുണ്ട്. എന്താ ലജ്ജിക്ക കേരളത്തെ ഓർത്തിട്ടല്ലേ. ഇങ്ങനെ കേരളം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. പറയുമ്പോ പ്രബുദ്ധ മലയാളികളാണ്, പക്ഷെ പ്രബുദ്ധ മലയാളികളുടെ ഒരു ഡാർക്ക് സൈഡാണ് ഇതെന്ന് പറയുന്നത്. കാരണം തെറ്റ് അംഗീകരിക്കാൻ ഈ പ്രബുദ്ധ മലയാളികൾ പറ്റില്ല. കാരണം അവരുടെ ആവശ്യം നടക്കണം. പക്ഷെ മറുവശത്ത് ഇപ്പൊ ഒരു സ്ത്രീയാണ് ഒരു പുരുഷനെതിരെ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ സംസാരിച്ച ആളുകൾ കേൾക്കും. കാരണം ഒരു കംപ്ലൈന്റ് പുരുഷന്മാർക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാമല്ലോ, സ്ത്രീകളാണല്ലോ, പരിഗണനയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര സ്ത്രീകള് ഈ കംപ്ലൈന്റ് ആയിട്ട് പോകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന എന്താന്ന് ഇവർക്കറിയൂ? അവർ ഫേസ് ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കയറി ഇറങ്ങുമ്പോഴത്തേക്കും അവിടുത്തെ പോലീസുകാരുടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് കേട്ട് കഴിഞ്ഞാൽ അത്ര സുഖമുള്ള ഇടപാടൊന്നും ആയിരിക്കത്തൊന്നുമില്ല. തിരിച്ചും മറിച്ചും തിരിച്ചും വാദി പ്രതിയാവുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ചിലപ്പോ നമ്മളല്ലേ പരാതിക്കാരി, അല്ലാതെ നമ്മളല്ലല്ലോ പ്രതി എന്നുള്ള രീതിയിൽ പോലും ചോദിക്കുന്ന ആളുകളുണ്ട്. സ്ത്രീക്ക് എല്ലാം എളുപ്പമാണെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് പലതും, നിങ്ങൾ പുരുഷന്മാർ എന്തൊക്കെ ഫേസ് ചെയ്യണ്ടോ അതിന്റെ അതേ ലെവലിൽ തന്നെ സ്ത്രീകളും കുറച്ചധികം ഫേസ് ചെയ്യണം എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ഒരു കവചമുണ്ട്. കാരണം നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമുണ്ട്, നമ്മളെ ആരും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യില്ല എന്ന്. പക്ഷേ സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് ഇപ്പോഴും നമ്മൾ ദുർബലരാണെന്ന് തന്നെയാണുള്ളതാണ്. കാരണം നീ ഒരു സ്ത്രീയാണ്, പലരും നീ ഒരു സ്ത്രീയാണ്, നീ അങ്ങനെ പരസ്യമായിട്ട് സംസാരിക്കാൻ പാടില്ല, ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല, കാലിന്റെ മുകളിൽ കാല് കയറ്റിയിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു ചട്ടക്കൂടുണ്ട്. ആ ഒരു ചട്ടക്കൂടിൽ കൂടെ തന്നെയല്ല സ്ത്രീ പോകുന്നതെങ്കിൽ അവൾ മോശപ്പെട്ടവളാണ്. അവളെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ അവൾ അഹങ്കാരിയാണ്. അവളുടെ വാക്കുകൾക്ക് കുറച്ച് മൂർച്ച കൂടിക്കഴിഞ്ഞാൽ അവൾ തന്റേടിയാണ്. പല പല പര്യവേഷമാണ്. വീട്ടുകാർക്ക് നല്ല പിള്ളയല്ല, നല്ലവനായ ഉണ്ണിയായിട്ടല്ല ഒരു സ്ത്രീ നിൽക്കുന്നതെങ്കിൽ അവളെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ സ്ത്രീകൾ തന്നെ മുൻപന്തിയിലുണ്ട്. അത് കഴിഞ്ഞിട്ടേ പുരുഷന്മാർ വരുള്ളൂ. അപ്പൊ ശരിക്കും സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ്. സ്ത്രീകളുടെ വില പബ്ലിക്കായിട്ട് കളയുന്ന സ്ത്രീകൾ തന്നെയാണ്. ഇപ്പൊ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ കുറെ ഇടങ്ങൾ നടക്കുന്നുണ്ട്. ഈ എന്തെങ്കിലും സ്ത്രീകളുടെ പ്രശ്നം വരും ഈ ഫെമിനിസ്റ്റിനെ വല്ലവരെയും കണ്ടിട്ടുണ്ടോ? വല്ല പ്രസ് മീറ്റും വിളിച്ച് ഫ്രണ്ടിൽ വന്നിരിക്കുന്നതാണോ? അത് കാണാം, എല്ലാം കാണാം. അല്ലാതെ എന്തെങ്കിലും ഒരു സമൂഹത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഒരു സ്ത്രീ പോലും വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഫെമിനിസ്റ്റ് എന്ന് പറയാൻ ഒരാളുമില്ല. അവര് സംസാരിക്കും ചില പ്രത്യേക റെലവന്റ് കേസുകളിൽ.
കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കേസുകളിൽ അവർ സംസാരിക്കും, അതെ. അവർ അന്തിച്ചർച്ചയ്ക്ക് വന്നിരിക്കും, വട്ട പൊട്ടുപോട്ട് വന്നിരിക്കും, കണ്ണട വെച്ച് വന്നിരിക്കും, അവരൊക്കെ പര്യവേഷമായിട്ട് വന്നിരിക്കും. പക്ഷെ ശരിക്കും ഫെമിനിസ്റ്റിന്റെ അർത്ഥം ഇവരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, നന്നായിരിക്കും എന്ന് തന്നെ നമുക്കുള്ളൂ.